നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സുമായിട്ടാണ്. അത് നമുക്ക് ചിക്കൻ വെച്ചോ ബീഫ് വെച്ചോ എന്ത് വെച്ചായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കനാണ്. അത് എല്ലില്ലാത്തത്, ഇറച്ചി മാത്രമായിട്ടുള്ള ചിക്കൻ എടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ഇടത്തര സവോള ചെറുതായി അരിഞ്ഞത്, പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പിന്നെ ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ചാണ് അത് എടുക്കേണ്ടത്. ഞങ്ങൾ ഇത്തിരി സ്പൈസി വേണ്ട ആൾക്കാരായതുകൊണ്ടാണ് ഞങ്ങളത് എരിവ് കൂടുതൽ എടുത്തേക്കണം. പിന്നെ കുറച്ച് ക്യാരറ്റാണ്. അത് ഞാൻ ഒരു ക്യാരറ്റാണ് കൊച്ചായിട്ട് എടുത്തേക്കണത്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഏത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് ക്യാബേജോ കോളിഫ്ലവറോ എന്ത് വേണമെങ്കിലും കൊച്ചാക്കി അരിഞ്ഞ് നമുക്കിത് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 6 ബ്രെഡ് വേണം. 6 ബ്രെഡ്, പിന്നെ 2 കോഴിമുട്ട, കുറച്ച് കുരുമുളക് പൊടി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് വേപ്പില. ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് കുറച്ച് റൊട്ടിപ്പൊടി വേണം. അതിപ്പോൾ റൊട്ടിപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ റസ്ക് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിൽ അടിച്ച്, തനി നൈസാക്കരുത്, ചെറുതായിട്ട് ക്രിസ്പി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ ഒന്ന് അടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ റസ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ചിക്കനെ നമുക്കൊന്ന് പകുതി വേവിൽ എടുക്കണം. അതിന് നമുക്ക് ഏതെങ്കിലും ചീഞ്ചട്ടിയിലോ കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച്, വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വരും, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു പകുതി വേവാവണ വരെ വേവിക്കാം. നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനിതിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണുള്ളൂ, കാരണം ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇപ്പം ഞാൻ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കളർ മാറാൻ മാത്രം ഇട്ടാൽ മതി. നല്ലപോലെ ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഇതായിട്ട് ഇരിക്കണ്ടേ. ഇനിയിപ്പോൾ ഇതിലൊട്ടും വെള്ളമില്ല. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ കഷ്ണങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ടായാലും ഒന്ന് പതുക്കെ ഒന്ന് അടർത്തി, കാരണം ഇല്ലല്ലോ, അടർത്തിയിട്ട് മിക്സിയിൽ ഒന്ന് പൾസ് അടിച്ചാൽ മതി, അധികം അടിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ചിക്കനെ ഞാനിങ്ങനെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി, ബാക്കി മുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ആക്കി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ വെള്ളം വെച്ചിച്ച അതേ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ പൾസ് ചെയ്തെടുത്ത ചിക്കനെ ഒന്ന് വറുത്തെടുക്കണം. ചിക്കൻ നന്നായി മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇടണേ. ഇനി നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ വരണ കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. മുളക് പൊടി ഇട്ടിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം, 2 മിനിറ്റ് നേരം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ഈ വറുത്ത ഇറച്ചീനെ ഒരു ഡിഷിലേക്ക് മാറ്റാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒക്കെ ഉണ്ടോയെന്നൊന്നും നോക്കണോണ്ട് കുഴപ്പമില്ല, കാരണം ചിക്കനിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടാണല്ലോ നമ്മളിത് വെച്ചിരുന്നത്. അപ്പം ഞാനിത് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഒക്കെ ഈ വെളിച്ചെണ്ണയിൽ വഴറ്റണം. അതിനുവേണ്ടി നമ്മൾ വറുത്ത അതേ ചീഞ്ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണ ചൂടായി വന്നു. ഇനി നമുക്ക് ആദ്യം അതിലേക്ക് സവോള ഇടാം. നമ്മളൊരു ഇടത്തന്നെ സവോള ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആദ്യം ഇടാം. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇടാം. സവോള വഴന്ന് വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാണ്ട്, നമ്മളൊരു 6 പീസ് ബ്രെഡ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കണം. വല്ലാണ്ട് അലിഞ്ഞു പോകാനും പാടില്ല. നമുക്ക് നമ്മുടെ ചിക്കൻ്റെയും മിക്സുകളിലൊക്കെ കൂടെ യോജിപ്പിക്കാനുള്ളതാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം തെളിച്ച് വെക്കുന്നുണ്ട്. എല്ലാം പരത്തി വെച്ചിട്ട് കുറച്ച് വെള്ളം തെളിച്ച് വെക്കുക. ഇവിടെ സവോള നല്ലപോലെ വഴന്നു വന്നു. ഇനി ഞാൻ അതിലേക്ക് ആദ്യം ക്യാരറ്റാണ് ഇടണം പോകുന്നത്. ക്യാരറ്റ് വേവാനായിട്ട് വഴലാനായിട്ട് ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അത് ഞാൻ ക്യാരറ്റ് എടുത്തു. അത് ഒരു 2 മിനിറ്റ് നേരം ക്യാരറ്റ് സവോളയുടെ കൂടെ തന്നെ നമുക്ക് വഴറ്റാം.
നമ്മുടെ ക്യാരറ്റ് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പിന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള നമ്മുടെ വെള്ളുള്ളി, ഇതെല്ലാം കൂടിയിട്ട് വേപ്പിലും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അധികമാവാൻ പാടില്ല, ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് വേണ്ടി കുറച്ച് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ആക്കുന്നത്. നമ്മൾ വഴറ്റിയെടുത്തതെല്ലാം നമ്മൾ മൊരിച്ച് വെച്ച ചിക്കൻ്റെ കൂടെ ചേർത്തുണ്ട്. ഇനി ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ആക്കണം. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈക്കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ നല്ലപോലെ മിക്സ് ആക്കണം. നേരത്തെ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇനി നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർക്കണം, നമ്മുടെ ചിക്കനിലേക്ക് ചേർക്കണം. പൊടിച്ച് കൈകൊണ്ട് ഇങ്ങനെ പതുക്കനെ പൊടിച്ചപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടിച്ച് ചേർക്കണം. ഇതും കൂടി നമ്മൾ ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട്. അത് ഓരോന്നും എടുത്ത് നല്ലപോലെ കൈകൊണ്ട് തന്നെ പൊടിക്കണം. കുതിർത്ത ബ്രെഡിനെ നമ്മുടെ മിക്സിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ കുഴച്ച് നമുക്ക് ഷേപ്പാക്കണം. ഇത് നമുക്ക് നല്ലപോലെ യോജിപ്പിച്ച് നമുക്ക് ബോളുകളാക്കണം. നല്ലപോലെ കൈകൊണ്ട് തന്നെ യോജിപ്പിച്ച് ഉടച്ച് എടുക്കണം. ഞാൻ നല്ലപോലെ യോജിപ്പിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ചൊരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വെതറി കൊടുക്കാം. പിന്നെ ഇപ്പം തന്നെ നമുക്ക് ഉപ്പിൻ്റെ ഒക്കെ നോക്കണമെങ്കിൽ നോക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഉപ്പൊക്കെ റെഡി പാകാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിനെ ഞാൻ റോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിമുട്ടയിൽ മുക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന 2 കോഴിമുട്ടേനെ മിക്സിയിൽ അടിച്ച് നല്ലപോലെ പതപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റൊട്ടിപ്പൊടി നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ ഞാൻ കാട്ടി തന്നല്ലോ. ഇനി ഇത് മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി നമുക്ക് മൊരിച്ചെടുക്കണം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ റോള് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ റൊട്ടിപ്പൊടി പുരട്ടിയിട്ട് നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ റോളുകളും ഇതുപോലെ ചെയ്യണം. പിന്നെ തീ ഇത്തിരി കുറച്ചിടണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടണ നേരത്ത് മാത്രം ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മുടെ തീ നല്ല പോലെ കുറച്ചിടണം. അല്ലാതെ ഇതുപോലെ തന്നെ മുക്കിയെടുക്കുക. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം വിടരുത്. തീ വളരെയധികം കൂട്ടിയിടാൻ പാടില്ല. തീ സിമ്മിലിട്ട് പതുക്കനെ മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി വെക്കാം. അതിലധികം തന്നെ കുറച്ച് ഇരുന്നിട്ടായാലും പിന്നെ ബാക്കിയുള്ള കളർ വന്നോളും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ഫിംഗർ റോൾസ് ശരിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എല്ലാവരും ഇത് നോക്കാം. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.